നിൽക്കുന്നത് സംസ്ഥാന കലോത്സവം നടക്കുന്ന കബനി വേദിയിലാണ് കനകക്കുന്നിൽ. ഇവിടെ നടക്കുന്നത് ഗോത്രകലകളായ മംഗലം കളിയുടെ മത്സരമാണ്. മംഗലം കളി എന്ന് വെച്ചാൽ മാബില മലവേട്ടുവ വിഭാഗക്കാരുടെ മംഗലം എന്ന് വെച്ചാൽ കല്യാണമാണ്. അതിൽ 4 തരത്തിൽ കല്യാണമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഋതുമതികളാവുമ്പോൾ കല്യാണമുണ്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ സാധാ ആണും പെണ്ണും കഴിക്കുന്ന കല്യാണമുണ്ട്, പിന്നെ കാതുകുത്ത് കല്യാണമുണ്ട്, പിന്നെ 7-ാം മാസം നമ്മൾ വിശേഷമാകുമ്പോൾ അതും ഒരു ആഘോഷമായി കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ അവർ ആഘോഷവേളകളിൽ കൊണ്ടാടുന്ന ഒരു കലാരൂപമാണ് ഗോത്രകലയാണ്. മാബില മലവേട്ടുവ 2 വിഭാഗക്കാരെ കളിക്കൽ. പക്ഷേ മാബില സമുദായത്തിന് മലവേട്ടുവ സമുദായത്തിന് പാട്ടിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും കളിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്കൊരു 4 ടീം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഹൈസ്കൂൾ മാത്രം എനിക്ക് 4 ടീമുണ്ട്. കലോത്സവത്തിൽ ഇപ്പം ഈ വർഷം ഉൾപ്പെടുത്തിയ ഒരായിട്ടാണ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പ്രദർശനം എന്ന നിലയിൽ മംഗലം കളി സ്കൂൾ കലോത്സവത്തിൻ്റെ മെയിൻ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ സർക്കാർ മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തി. അതുകൊണ്ട് സാധാ ഡാൻസ് പഠിക്കാത്ത കുട്ടികൾക്കും ഡാൻസ് കളിക്കാനുള്ള വലിയൊരു അവസരം. ഇതെല്ലാവരും ഡാൻസുകാരൊന്നുമല്ല, ഡാൻസ് തീരെ കളിക്കാത്ത കുട്ടികളെ പോലും നമ്മൾ പരിശീലിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഗോത്രകലയായി ബന്ധപ്പെട്ട ഗോത്ര വിഭാഗക്കാരനെയാണ് ജഡ്ജസ് ആയിട്ട് വരിക. അവർക്ക് ഈ കലാരൂപം എന്താണെന്നും അതിനെങ്ങനെ വേഷം അണിയണമെന്നും എന്ത് പാട്ട് പാടണമെന്നും എന്ത് തുടിയടിക്കണം എങ്ങനെ അടിക്കണം എന്നുള്ള കൃത്യമായി ബോധം ജഡ്ജസിന് ഉണ്ടാവും. കാരണം ഓരോ ജില്ലയിൽ ഇപ്പം പണിയ വിഭാഗത്തിൻ്റെ നൃത്തം വയനാട്ടിൽ നിന്ന് വരുന്നത്, വയനാട്ടിൽ നിന്ന് ഒരു ജഡ്ജസ് ഉണ്ടാവും. അതുപോലെ ഈ നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് നെഞ്ചമര നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെ കളിക്ക് അവരുടേതായ ആൾക്കാർ വന്നിരിക്കും. അപ്പോൾ ഓരോ വിഭാഗക്കാരെ ഐറ്റത്തിനും അവരവരെ ജഡ്ജ്മെൻറ്റ് ജില്ലയിൽ നിന്ന് വരും. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ആദ്യ വർഷം ആയതുകൊണ്ട് തീരെ ഒന്നും ഈ സാധാ മത്സരം നടക്കുന്ന പോലെ അങ്ങോട്ട് കൊടുത്ത് പൈസ കൊടുത്ത് ഇതൊന്നും പറയാനുണ്ടാവില്ല. ഓരോ വർഷവും നിങ്ങളുടെ വരാൻ ഭാഗ്യം വേണം, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം വേണം. അങ്ങനെ ഭാഗ്യം ലഭിച്ച മക്കളാണ് നിങ്ങൾ. അപ്പോൾ മത്സരബുദ്ധിയില്ലാതെ ഏറ്റവും നന്നായിട്ട് ഓരോ ടീമും ഒരു ടീമിൻ്റെ കളി കാണുമ്പോൾ അവരാക്കണം നന്നായി കളിക്കണം എന്നില്ല, നല്ല ബോധത്തോടുകൂടി കളിച്ച് നല്ല അവതരണം നിങ്ങൾ കാഴ്ചവെക്കുക.